Good morning, all. News miss എടുത്ത് നോക്കിയോ എല്ലാവരും? Clear ആണോ? കഴിഞ്ഞ ദിവസം മിസ് എവിടം വരെ എടുത്തേ? മിസ് എവിടം വരെ എടുത്തു? Factors. Okay. Next എടുക്കാം കേട്ടോ മിസ്. ലീസിംഗ് എടുത്തോ മിസ്? അതിന്റെ ഇടയിൽ പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ് മിസ് എടുത്തിരുന്നോ? അത് വിട്ടുപോയിരുന്നോ? എടുത്തതാണ്. ഓക്കെ ഓക്കെ. ഈ ബ്രോക്കേഴ്സ്, ഓപ്ഷണറീസ് അതൊക്കെ മിസ് പറഞ്ഞിരുന്നോ? ആ ഓക്കെ ഓക്കെ. ഓക്കെ, ബാക്കി മിസ് എടുക്കാം കേട്ടോ. നെക്സ്റ്റ്, ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തനം? ഒരു എക്യുപ്മെന്റിൽ അല്ലെങ്കിൽ ഒരു മെഷീനറീസിന്റെ എന്താണ് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം അല്ലെ? എന്താണ് അത് ഉപയോഗം ചെയ്യാനുള്ള അവകാശം മാറുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ, പ്രോസസ്സിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് അതിന്റെ ഓണർഷിപ്പ് അല്ലെ, ആ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ മെഷീനറീസിന്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം മാറുന്നില്ല. പിന്നെ ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്? ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധമാണ് ലീസിംഗിൽ വരുന്നത്. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണോ മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, നൽകുന്നത്, അയാളെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാ? വാങ്ങുന്ന ആളല്ലേ. ആരാണോ റിസീവ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഷീനറീസ് റിസീവ് ചെയ്യുന്നത് ആളെ പറയുന്നതാണ് ലെസ്സി. Okay. Leasing is done due to എന്തൊക്കെ കാരണം കൊണ്ട് ലീസിംഗ് നടത്താം? എന്തൊക്കെ ഇതുകൊണ്ട് നമ്മ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിൽ അല്ലെ, ഒരു മാനുഫാക്ചറിങ് കമ്പനിയില് എന്തൊക്കെ കാരണം കൊണ്ട് ലീസിംഗ് നടത്താം? വാടക എടുക്കാം, ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നടത്താം അല്ലെ. പിന്നെ എന്താണ്? എക്സ്പെരിമെന്റിന് വേണ്ടി, ഇൻസഫിഷ്യന്റ് ഓക്കെ, എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിക്കാലോ. എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടല്ലേ. എന്താണ് ചിലപ്പോ അവർക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം മെഷീനറീസ് ആ എക്യുപ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ലീസിംഗിന് എടുക്കാലോ. ഇത് നമ്മൾ ഈ ജനറേറ്റർ ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നത് കണ്ടിട്ടില്ലേ? ചില കല്യാണം, മാരേജ് ഫങ്ഷൻസിന്, അല്ലെങ്കിൽ അതെന്താണ് അവർക്കൊരു കുറച്ച് സമയം മാത്രം അല്ലെ, ഒരു ചെറിയ ടൈം ഇന്റർവെൽ മാത്രം മതി. അപ്പൊ അവരത് വാങ്ങിക്കണോ, ബൈ ചെയ്യണോ? ആ ജനറേറ്റർ വാങ്ങിക്കണോ? വേണ്ട അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ലീസിന് എടുക്കും അല്ലെ. അപ്പൊ എന്താണ് ആ ടൈം പീരീഡിനെ ആശ്രയിച്ച് അവർക്ക് എത്രത്തോളം അത് ഉപയോഗിക്കണം അല്ലെ, അങ്ങനെയുള്ള ആ ടൈം ഇന്റർവെലിനെ അപേക്ഷിച്ചിരിക്കുന്നു. പിന്നെ ചില ഹോസ്പിറ്റലിലേക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി ഉപയോഗിക്കാലോ, എന്തെങ്കിലും സർവീസ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകള് അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെഷീനറീസ് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് ആ ഹോസ്പിറ്റലിന് മേടിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ എന്നറിയാം അല്ലെ, ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ലീസിംഗിന് എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ലീഡ് ടൈം കുറയ്ക്കാൻ വേണ്ടി ലീസിന് എടുക്കാലോ. ഇപ്പൊ നമ്മ ഒരു പുതിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് വരും? അതിനു വേണ്ടി വരുന്ന ലീഡ് ടൈം ഒരുപാടായിരിക്കും അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ലീഡ് ടൈം എങ്ങനെയാ മിസ് പറഞ്ഞേ? ഒരുപാടാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ആ ലീഡ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീസിന് എടുക്കുന്നുണ്ട്. ഓക്കെ. ലീസിംഗ് ഇപ്പൊ നമുക്ക് വാടക എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഓണറുടെ കയ്യിൽ അത് അവൈലബിൾ ആയിരിക്കുമല്ലോ ഏത് സമയത്തും. നമ്മൾ ചെന്ന് നോക്കുക,
നമ്മ ആ മെഷീനറീസിൽ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റിൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മ ആ ടൈം തന്നെ അത് ലീസിന് എടുക്കാണ് അല്ലെ, വാടകയ്ക്ക് എടുക്കാണ് അല്ലെ. 1 or 2 ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അത് ലഭ്യമാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലീസിന് എടുക്കുന്നുണ്ട്. ഓക്കെ, ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്സ്. ഫണ്ട്സിന്റെ ലാക്കില്, അഭാവത്തില് ലീസിന് എടുക്കുന്നുണ്ട്. ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ്സ്, ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ട് അല്ലെ. എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളില് ടെസ്റ്റ് റൺ നടത്താനായിട്ട് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി എടുക്കുന്നുണ്ട്. ആസ് പെർ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡ്. ആ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ മെഷീനറീസിന്റെ ഡ്യൂറേഷൻ, അവർക്ക് എത്ര സമയം അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മിസ് ജനറേറ്റർ ഒക്കെ പറഞ്ഞ പോലെ അവർക്ക് ചിലപ്പോൾ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെ ആ സാധനം ആവശ്യമായിട്ടുണ്ടാവുള്ളൂ അല്ലെ, ആണോ. അപ്പൊ കുറച്ച് സമയത്തേക്ക് വേണ്ടി അവർ ലീസിന് എടുക്കുന്നു. പിന്നെന്താണ്, ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അല്ലെ. ആ ടെമ്പററി എന്താണ് ലീഡ് ടൈം, ഒരുപാട് ലീഡ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ഓർ വെൻ ദ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് അവൈലബിൾ ഓൺലി. അപ്പൊ ഇത്രയും കാരണം കൊണ്ടൊക്കെ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റുകള് ലീഡിന് വാടകയ്ക്ക് എടുക്കുന്നു. നോക്കിയേ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നോക്കിയേ. അഡ്വാൻറ്റേജ് ഓഫ് എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജ് ലീസിന് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും. അത് ഒരുപാട് പൈസ ചെലവാകുന്നുണ്ടോ, മുതൽ മുടക്ക ഇല്ല അല്ലെ, കുറച്ച് മുതൽ മുടക്കം ചെലവാകുന്നുള്ളൂ. പിന്നെ എന്താണ്, ചിലപ്പോ നമുക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങാം അല്ലെങ്കിൽ റിസ്ക് ഇല്ല അല്ലെ. പിന്നെ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറീസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫാഷൻ മാറാം അല്ലെ, അങ്ങനെയൊക്കെ ഇല്ലേ, ഓൾഡ് മോഡൽ ആവുക. അപ്പൊ അത് ഇങ്ങനെ ഒരു ലീസിന് എടുക്കുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ, റിസ്കുകളുണ്ടോ. മെയിൻ്റെനൻസ് വേണ്ടെന്നല്ല, മെയിൻ്റെനൻസ് രണ്ടുപേരെയും ഡ്യൂട്ടിയാണ്. ലെസ്സറും ലെസ്സിയും കൂടിയാണ് ആ എക്യുപ്മെന്റിന്റെ മെയിൻ്റെനൻസ് നടത്തുന്നത്. പിന്നെ എന്താണ് പ്രൊക്വയർമെന്റ് അല്ലെ, എന്താണ് ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മെഷീനറീസിന്റെ ലഭ്യത അവർക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ട് അല്ലെ. ലീഡ് ടൈം കുറച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ആ എക്യുപ്മെന്റ് ലഭിക്കുന്നു. റിസീവ് ചെയ്യാം കുറച്ച് മതി. അപ്പൊ നോക്കിയേ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നോക്കിയേ, സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ് അല്ലെ. ചെറിയ ഒരു മുതൽ മുടക്ക് അതല്ലെങ്കിൽ ചെറിയൊരു ചിലവ് മാത്രമാണ് അവർക്ക് ഇതിനു വേണ്ടി വരുന്നത്. റിസ്ക് ഓഫ് ഒബ്സലസൻസ് ഈസ് ലെസൺ എന്ന് വെച്ചാല്, ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലഹരണപ്പെടാം അല്ലെ. ഇപ്പൊ ഓൾഡ് മോഡൽ ആവുക, ഓൾഡ് ഫാഷൻ ആവുക, അല്ലെങ്കിൽ അവർ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള റിസ്കുകൾ, അപകടങ്ങള് കുറയ്ക്കാനായി സാധിക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലീസിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെയാണോ ആ എക്യുപ്മെന്റ്, ഓണർ തന്നെയാണ് അല്ലെ, ഓണർ തന്നെയല്ലേ. ഇവര് ജസ്റ്റ് ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ മെഷീനറീസ് ഓൾഡ് മോഡൽ ആയി കഴിഞ്ഞാൽ ഇവർക്ക് വല്ല റിസ്ക് ഉണ്ടോ ഹോസ്പിറ്റലുകാർക്ക്, അല്ലെങ്കിൽ അത് വാടക എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഓൾഡ് മോഡൽ ആയാലും ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഓൾഡ് കാലഹരണ ഒബ്സലസൻസ് കൊണ്ടുള്ള അപകടം കുറയ്ക്കാനായിട്ട് അല്ലെ, അത് മാറ്റാനായി സാധിക്കുന്നുണ്ട്. പിന്നെ നോക്കിയേ, മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സർ ആൻഡ് ലെസ്സി. എന്താണ് മെയിൻ്റെനൻസ് നടത്തുക ആ എക്യുപ്മെന്റിൽ അല്ലെങ്കിൽ ആ മെഷീനറീസിന്റെ മെയിൻ്റെനൻസ് നടത്തുന്നത് ലെസ്സറും ലെസ്സിയും കൂടിയാണ്. അപ്പൊ രണ്ടുപേർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല അല്ലെ. രണ്ടുപേർക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ടോ, ചെലവ് വരുന്നുണ്ടോ, ഇല്ല. അപ്പൊ അങ്ങനെയുള്ള എന്താണ് മെയിൻ്റെനൻസിനുള്ള ആ ചിലവ് കുറയ്ക്കാനായി സാധിക്കുന്നു. റിക്വയർമെന്റ് ഓഫ് ദി എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസ്സർ. എന്താണ് ആ എക്യുപ്മെന്റിന്റെ ലഭ്യതയുടെ ലീഡ് ടൈം കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ. നെക്സ്റ്റ്, ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, an amount of money spent on something. നമ്മൾ എന്തെങ്കിലും വേണ്ടി ചെലവാക്കുന്ന അല്ലെ, മുടക്കുന്ന മണിയെയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ ഒരു സാധനം ലീസിന് എടുക്കാൻ ചെലവാക്കുന്ന പൈസ ഉണ്ടാവുമല്ലോ, ഒരു ഇനീഷ്യൽ എമൗണ്ട് മുതൽ മുടക്ക് അല്ലെ. അപ്പൊ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഓൺ സംതിങ്, നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്ന
തുകയെയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. Obsolescence, the process of becoming outdated or old fashioned or no longer used. ലോങ്ങർ യൂസ് അടിയിലാണ് എടുക്കുന്നത്. ഒപ്പം തന്നെയുള്ളതാണ് കേട്ടോ. എന്താണ് ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മെഷീനറീസിന്റെ ഔട്ട്ഡേറ്റഡ് ആവുക അല്ലെ, ഡേറ്റ് കഴിയുക അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻ ആവുക, അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ വരിക, അതിനൊക്കെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അതായത് കാലഹരണപ്പെടുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്. അപ്പൊ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? അപ്പൊ നമ്മ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്, ഗുണങ്ങളാണ് അല്ലെ. ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പറയാൻ പറ്റോ? Disadvantage, he is the lessor who controls the equipment. ഈ എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണ്? ലെസ്സർ. അപ്പൊ ലെസ്സി മേടിച്ചാലും ആ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലെസ്സർ ആയിരിക്കും അല്ലെ. അതിന്റെ ഉടമസ്ഥൻ, കറക്റ്റ് ഓണർ ആയിരിക്കും എക്യുപ്മെന്റിനെ നിയന്ത്രിക്കുന്നത്. ലെസ്സർ ഹാസ് ദ access to the equipment inspection. ലെസ്സറിന് എന്തിനുള്ള അവകാശമുണ്ട്? ഇൻസ്പെക്ഷൻ നടത്താൻ അല്ലേ. അവർക്ക് എന്താണ് ഒരു എക്യുപ്മെന്റ് ഇപ്പൊ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ലെസ്സിക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രവർത്തനങ്ങൾ എന്തെടുത്താം? ഇൻസ്പെക്ഷൻ നടത്താം അല്ലെ. കൺട്രോൾ ചെയ്യാനും അത് ഇൻസ്പെക്ഷൻ നടത്താനുള്ള അവകാശം ലെസ്സർക്ക് ഉണ്ട്. അപ്പൊ അവര് വരുമ്പോ അവർക്ക് തോന്നാണ് ഇവര് കറക്റ്റ് രീതിയിൽ അത് യൂസ് ചെയ്യുന്നില്ല അല്ലെ, അല്ലെങ്കിൽ അവരെന്താണ് ഓവറായിട്ട് ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? കേടായാലും നഷ്ടം വരുന്നത് ആർക്കാ? ലെസ്സറിനായിരിക്കും അല്ലെ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇൻസ്പെക്ഷൻ നടത്തും. അപ്പൊ അവർക്ക് തോന്നാണ് അവര് എന്താണ് ലെസ്സി ഒരുപാട് ഓവറായിട്ട് ആ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ലെസ്സർ has the right to seize the lease period. ആ ലീസ് പീരീഡ് അല്ലെ. ഇപ്പൊ ലീസിന് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 1 വർഷം എന്നൊക്കെ ലീസിങ് ടൈം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ലീസിങ് ടൈം എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്തെടുക്കാൻ പറ്റും? തിരിച്ചെടുക്കാനായിട്ട് ഈ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഈ മെഷീനറീസ് അവർക്ക് തിരിച്ചെടുക്കാനായി സാധിക്കുന്നു. ഇതൊക്കെ ഒരു നഷ്ടമാണ് അല്ലെ, ഇതൊക്കെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലേ. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ്? എക്യുപ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ലെസ്സർ ആയിരിക്കും. കൂടാതെ എന്താണ്? എക്യുപ്മെന്റുകൾ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള അല്ലെ. ഇപ്പൊ ലെസ്സി ഉപയോഗിക്കുകയാണെങ്കിലും അവർ കറക്റ്റ് രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ടോ, ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെ, മെയിന്റനൻസ് നടത്തുന്നുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെസ്സർക്ക് ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് അവകാശമുണ്ട്, പരിശോധന നടത്താനുള്ള അവകാശമുണ്ട്. കൂടാതെ എന്താണ്? ആ ലീസ് പീരീഡ് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ കൊടുത്ത ലീസിന് കൊടുത്ത എക്യുപ്മെന്റ് അവർക്ക് തിരിച്ചെടുക്കാനും സാധിക്കുന്നു, ലെസ്സർക്ക് തിരിച്ചെടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? Next, shared services are done in case of hospital waste management incinerator and laundry services washing machine. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റിലെ ഇൻസിനറേറ്ററും ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീനും ഇങ്ങനെയുള്ള ഷെയർഡ് സർവീസുകളാണ് നടത്തുന്നത്. ലെസ്സർക്കും ലെസ്സിക്കും ഒരേപോലെയുള്ള അവകാശത്തിലാണ് ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റിലെ ഇൻസിനറേറ്റർ പ്രവർത്തനവും ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീൻ പ്രവർത്തനം നടത്തുന്നത്. ഇത് രണ്ടും എന്താണ്? ഇവർക്ക് എന്താണ്? പങ്കിട്ട സേവനങ്ങൾ അല്ലെ. ലെസ്സിക്കും ലെസ്സർക്കും ഒരേപോലെ അവകാശമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഉള്ളത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇൻസിനറേറ്റർ എന്ന് പറയുന്ന നമ്മ വേസ്റ്റ് കത്തിച്ച് കളയില്ലേ, ഹോസ്പിറ്റലിൽ വരുന്ന വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ ഉപയോഗിക്കുന്ന മെഷീനെയാണ് ഇൻസിനറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ
ഇൻസിനറേറ്റർ എന്ത് ചെയ്യാ അവര് ലീസിന് എടുക്കാം അല്ലെ, ഹോസ്പിറ്റലില് ലീസിന് എടുക്കാലോ. അവർക്ക് ഫണ്ട് കുറവാണെങ്കിൽ അവർ ലീസിന് എടുക്കാം അല്ലെ. അപ്പൊ ആ ഇൻസിനറേറ്റർ, അതേപോലെ ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീൻ അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഈ ലെസ്സർക്കും ലെസ്സിക്കും ഒരേപോലെ തുല്യ അവകാശം വരുന്ന ഷെയർഡ് സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലില് എക്യുപ്മെന്റുകൾ തിരഞ്ഞെടുക്കുന്നതും പ്രൊക്വയർമെന്റ് അല്ലെ, സംഭരണം നടത്തുന്നതും സ്റ്റോർ ചെയ്യുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നതും, പ്രൊക്വയർമെന്റ് ലഭ്യമാക്കും എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഹോസ്പിറ്റലില് എക്യുപ്മെന്റുകൾ സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, ഇപ്പൊ അവർക്ക് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വേണം, അല്ലെങ്കിൽ ഒരു പുതിയ എക്യുപ്മെന്റ് അവർക്ക് ആവശ്യമാണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ. എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ എക്യുപ്മെന്റുകൾ സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് വീട്ടില് ഒരു പുതിയ എന്തെങ്കിലും മെഷീനറീസ് ആവശ്യമാണ്, ഒരു AC വേണം, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വേണം. എന്തിനൊക്കെ ബേസിസിലായിരിക്കും വാങ്ങുന്നത്? ഹോസ്പിറ്റലിലാണോ? ഹോസ്പിറ്റലിനെ ബേസ് ചെയ്താണ് പറയുന്നത്. നീഡ് അല്ലെ, ട്രീറ്റ്മെന്റ്, നീഡ്, ആ ഹോസ്പിറ്റലിന് ആ എക്യുപ്മെന്റ് ആവശ്യമുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ക്വാളിറ്റി ആണ്, അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് അല്ലെ, ഗുണനിലവാരമുണ്ടോ അല്ലെ, അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടോ അല്ലെ. പിന്നെ നെക്സ്റ്റ് എന്താണ്? ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് ഒക്കെ നോക്കും അല്ലെ, ഫീച്ചേഴ്സ്, പ്രൈസ്, ക്യാഷ് നോക്കും. കൂടാതെ നിങ്ങൾ എന്ത് നോക്കാറുണ്ട്? ലാസ്റ്റിംഗ് കപ്പാസിറ്റി, സെയിൽസ് സർവീസ് നോക്കാറുണ്ട്. നമ്മൾ ആ സാധനം മേടിച്ചു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് അതിന് വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് അതിന് ഗ്യാരണ്ടി ഉണ്ട്, സ്പെയർസിന്റെ അവൈലബിലിറ്റി ഉണ്ടാവോ അല്ലെ. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് സ്പെയർസുകൾ മാർക്കറ്റിൽ ലഭ്യമാകോ എന്നൊക്കെ നോക്കാറുണ്ടോ? റിപ്പയേഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ അല്ലെ. പിന്നെ ടെസ്റ്റിംഗ് അല്ലെ, ടെസ്റ്റിംഗ് ആൻഡ് എന്താണ്, ട്രെയിനിങ്, എത്രത്തോളം അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കാം. മാനുഫാക്ചറർ അല്ലെ. ഇപ്പൊ നമ്മൊരു എക്യുപ്മെന്റ് വാങ്ങിച്ച്, അല്ലെങ്കിൽ ഒരു മെഷീനറീസ് വാങ്ങിച്ച്, അതിന്റെ നന്നാക്കാനായിട്ട് ആള് കിട്ടുന്നില്ല. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും റിപ്പയർ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാൻ ആളില്ല, പിന്നെ ആ സാധനം വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മ അത് എന്ത് ചെയ്യണം? കേടായി കഴിഞ്ഞാല് ആ എക്യുപ്മെന്റ് കളയണം അല്ലെ, സ്ക്രാപ്പിൽ കളയണ്ടേ നമ്മ? മാനുഫാക്ചർ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ കളയണോ? പ്രിപ്പയർ ചെയ്യാൻ ആളില്ല. നല്ല കമ്പനി പ്രോഡക്ട്സ് ആണോ എന്ന് നോക്കൂ അല്ലെ. ഓക്കെ. Selection and procurement of equipment. Select according to need or recommendation. ഒരു ഹോസ്പിറ്റലിന് ഒരു എക്യുപ്മെന്റ് അവർ ചൂസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ, അത് ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ മെഷീനറീസ് ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടോ അല്ലെ, അല്ലെങ്കിൽ അത് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനുള്ള റെക്കമെൻഡേഷൻ, ശുപാർശ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. കൂടാതെ എന്താണ്? ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഇഫക്റ്റ് ഓഫ് ആഫ്റ്റർ. എന്താണ്? വിൽപ്പനാനന്തര സേവനം അല്ലെ. ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം അവർക്ക് എന്തൊക്കെ സർവീസുകൾ ഉണ്ട് അല്ലെ. സെയിൽസ് സർവീസ്, വാറണ്ടി കൊടുക്കുന്നുണ്ടോ, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ അല്ലെ, റിപ്പയറിംഗ് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. കൂടാതെ എന്താണ്? സ്പെയർസിന്റെ അവൈലബിലിറ്റി അല്ലെ. ഇപ്പൊ അവർ വാങ്ങിച്ച എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ മെഷീനറീസ് കേടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നന്നാക്കുന്നതിനുള്ള സ്പെയർസുകളുടെ അവൈലബിലിറ്റി ഉണ്ടോ അല്ലെ. നെക്സ്റ്റ്, ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. എന്താണ്? ഇൻസ്റ്റാൾ ചെയ്യല്ലേ. ആരാണ്? നമ്മൾ എക്യുപ്മെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നത്? സപ്ലയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് തരില്ലേ? കടക്കാരൻ, വെഞ്ചർ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റലേഷന്റെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ കമ്പനി സ്റ്റാഫ്, അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യില്ലേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങള്.
കൂടാതെ എന്താണ് ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ ആ എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മെഷീനറീസിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ കാലിബ്രേഷൻ അല്ലെ എന്താണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ടോ അല്ലെ, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്, എന്താണ് ഇപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. ഇപ്പൊ അവര് വാങ്ങുമ്പോ നമുക്ക് ആ വെഞ്ചർ ആ കച്ചവടക്കാരൻ പല ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, ആ ഒരു എക്യുപ്മെന്റിനെ കുറിച്ച്. ഇത്ര വാട്ടിൽ പ്രവർത്തിക്കും അല്ലെ, ഇത്ര കപ്പാസിറ്റി ഉണ്ട് അല്ലെ, ഇന്ന സ്പെയേഴ്സുകളാണ്, ക്വാളിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് ട്രെയിനിങ്. ഇപ്പൊ പുതിയ മെഷീനറീസ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ അറിയോ? ഹോസ്പിറ്റലില് പുതിയ മെഷീനറി ഇല്ല, അപ്പൊ അവരെന്ത് ചെയ്യും, ഈ വാങ്ങുന്ന ആളുകൾ അതിന്റെ ഉള്ള ട്രെയിനിങ് കൊടുക്കും അല്ലെ, അതിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കില്ലേ. പുതിയ മോഡൽ എക്യുപ്മെന്റ് ആണ് അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൊരു ഗൈഡിങ് കൊടുക്കും അല്ലെ. നമുക്കൊരു ഒരു ഷോപ്പിൽ പോയി പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങാണ്, പുതിയ മോഡൽ, ന്യൂ മോഡൽ. അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരാറുണ്ടോ? ഇന്ന രീതിയിലാണ് ഇതിന്റെ ഫങ്ഷൻസ് അല്ലെ, പ്രവർത്തനങ്ങൾ ഇല്ലേ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ച് ആ എക്യുപ്മെന്റിനെ കുറിച്ച് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ മാനുഫാക്ചറേഴ്സ് മാനുവൽ അവൈലബിലിറ്റി, എന്താണ് നിർമ്മാതാവിന്റെ മാനുവൽ ലഭ്യത. അതായത് ഇതിനെന്തെങ്കിലും റിപ്പയറിംഗ് വരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ വരാണെങ്കിൽ മാനുഫാക്ചറിന്റെ ലഭ്യത ഉണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? Next, authority and the responsibility of purchasing department. Purchasing department inde responsibilities എന്തൊക്കെയാണ്? അതോറിറ്റിയും അധികാരവും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങള്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഹോസ്പിറ്റലിന് ആവശ്യമായ അല്ലെ മെറ്റീരിയൽസ്, സർവീസുകള്, പ്രോഡക്ട്സുകള്, മെഷീനറീസ് ഒക്കെ വാങ്ങുക, പർച്ചേസ് ചെയ്യുക. അപ്പൊ ഈ വാങ്ങുക. അപ്പൊ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, പർച്ചേസിംഗ് അക്വിസിഷൻ വാങ്ങുക യൂസർ ഡിപ്പാർട്ട്മെന്റിൽ. എന്നിട്ട് എന്ത് ചെയ്യണം, പർച്ചേസിംഗ് അക്വിസിഷൻ കളക്ട് ചെയ്താൽ മതിയോ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രം മതിയോ? മതിയോ? പോരാ. എന്ത് ചെയ്യണം? ക്വാളിറ്റി ആണോ? പർച്ചേസ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ സാധനങ്ങൾ അല്ലെ, എന്തൊക്കെ എക്യുപ്മെന്റുകൾ ആവശ്യമുണ്ടെന്ന് കാണിച്ച് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുക്കുന്നതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന ഒരു അക്വിസിഷൻ അല്ലെ, അഭ്യർത്ഥനയല്ലേ. ഇപ്പൊ ഡയാലിസിസ് സർവീസിൽ എന്താണ്, ഇന്ന മെഷീനറീസ് വേണം അല്ലെ, ഇത്ര ലീഡ് ടൈമിനുള്ളിൽ വേണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണോ? എന്നാലല്ലേ സപ്ലയേഴ്സ് അവർക്ക് കൊടുക്കുള്ളൂ. നെക്സ്റ്റ് വരാം. ഫണ്ട് വേണോ ഇതിന്? ഫണ്ട് വേണ്ടേ? പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫണ്ട് അല്ലേ വേണ്ടേ? പേയ്മെന്റ് ഇല്ല. നോക്കാം. Authority to commit the funds of the hospital for the procurement of goods and services. എന്താണ്? ഗുഡ്സ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും സംഭരണത്തിനായി പ്രൊക്വയർമെന്റിനായി ആശുപത്രിയുടെ ഫണ്ട് വിനിയോഗിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ തീരുമാനിക്കുന്നത് യൂസർ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലെ. അത് ഏത് സപ്ലയേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കണം അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ വെൻഡേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്താ, ഹോസ്പിറ്റലിലെ ആവശ്യമായിട്ടുള്ള ഗുഡ്സുകളും സർവീസുകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ ഫണ്ട് വിനിയോഗിക്കാനുള്ള അവകാശം. ക്ലിയർ ആയത്?
റെസ്പോൺസിബിലിറ്റി to fulfill the needs of the department when justified. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം അല്ലെ, അവരുടെ ആവശ്യം നീഡ് ജസ്റ്റിഫൈ ആണെങ്കിൽ അല്ലെ, ന്യായമാണെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തു കൊടുക്കാനുള്ള അല്ലെ, നിറവേറ്റി കൊടുക്കാനുള്ള അവകാശം. ഇപ്പൊ ഡയറ്ററി സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ഡയാലിസിസ് സർവീസിൽ നിന്ന് ഒരു എക്യുപ്മെന്റ് ആവശ്യമുണ്ടെന്ന് അവിടെ എന്ത് ചെയ്യും, പർച്ചേസ് അക്വിസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ചെക്ക് ചെയ്യും അല്ലെ, അവരുടെ ആവശ്യം ന്യായമായിട്ടുള്ളതാണോ അല്ലേ, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെക്ക് ചെയ്യേണ്ട എന്തായാലും അവർക്കത് ആവശ്യമുണ്ടോന്ന്. അല്ലാണ്ട് അവര് പർച്ചേസ് അക്വിസിഷൻ കൊടുത്ത പാടെ തന്നെ ഇവര് ചെന്ന് പർച്ചേസ് ചെയ്യോ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര ക്വാണ്ടിറ്റിയില് ഇല്ല അല്ലെ, അവരെന്ത് ചെയ്യും, ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ആ അക്വിസിഷൻ പരിശോധിക്കില്ലേ, അവർക്ക് ആ കാര്യം ആവശ്യമുണ്ടോ. അപ്പൊ എന്താണ്, യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ഇഫ് incomplete or incorrect has the authority to challenge the specifications. ഇപ്പൊ ഒരു സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെൻഡറിന്റെ അടുത്ത് നിന്ന് ഒരു സാധനം മേടിക്കുമ്പോൾ അവർ ഒരുപാട് ഫീച്ചേഴ്സ് പറയില്ലേ, സ്പെസിഫിക്കേഷൻസ് പറയാമോ, ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഇന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാറില്ലേ, ഗ്യാരണ്ടി ഉണ്ട്, വാറണ്ടി ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇൻകറക്റ്റ് ആയിട്ട് അല്ലെ, ഇപ്പൊ ചിലപ്പോ അവര് പറഞ്ഞ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി ഇല്ല അല്ലെ, അല്ലെങ്കിൽ ഗുണനിലവാരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, ഗുണനിലവാരം കുറവാണ്. അപ്പൊ എന്ത് ചെയ്യാം, അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അല്ലെ, ആ വെൻഡറിന് അല്ലെങ്കിൽ ആ സപ്ലയേഴ്സിന് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൊരു സാധനം ഒരു ഷോപ്പിൽ ചെന്ന് വാങ്ങിച്ചു, അപ്പൊ അവര് നമ്മളോട് പറയാണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ട്, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് ചോദിക്കാറില്ലേ ആ ഷോപ്പില്, ഫീച്ചേഴ്സ് ഒരുപാട് സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ ഫീച്ചേഴ്സ് ഒന്നും അതിനില്ലെങ്കിൽ നമ്മൾ ചെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാറില്ലേ അവരാ ഷോപ്പുകാരാ ഉണ്ടോ? അപ്പൊ എന്താണ്, അങ്ങനെ ആ സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ആ വെൻഡേഴ്സിന് ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓൾ വെൻഡർ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്, വെൻഡർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവകാശം അല്ലെ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അഭിമുഖം. ഇവിടെ എന്തായിരിക്കും അഭിമുഖം എന്ന് പറയുന്നത്, ഇവര് തമ്മിൽ ഒരു നെഗോസിയേഷൻ നടക്കണോ, വെൻഡർ റെപ്രസെന്റേറ്റീവ്സും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവര് പർച്ചേസ് ചെയ്യാൻ പോകുന്ന എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ആ മെഷീനറീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തണ്ടേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ വെൻഡർ റെപ്രസെന്റേറ്റീവിന് എന്താണ്, ഇന്റർവ്യൂ ചെയ്യാനുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. കൂടാതെ എന്താണ്, അവരുമായിട്ട് നെഗോസിയേഷനിലെ ചർച്ചകള് അതല്ലെങ്കിൽ ബിഡിങ് അതായത് ലേലം വിളിക്കാനുള്ള അവകാശം അല്ലെ. ഒരു വെൻഡറിന്റെ അടുത്ത് എന്താണെങ്കിൽ നമ്മുടെ ഓപ്ഷണറീസ് അല്ലെ, അവരിൽ നിന്നൊക്കെ എന്താണ് ലേലം വിളിക്കാനുള്ള അവകാശം, ഗുഡ്സുകളോ അല്ലെങ്കിൽ സർവീസുകളോ എന്താണ് ലേലം വിളിക്കാനുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. Next, to get correct quality, quantity at the economical price and to supply material as needed for various departments. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അല്ലെ എന്താണ് കറക്റ്റ് ക്വാളിറ്റിയില് കറക്റ്റ് ക്വാണ്ടിറ്റിയില് എന്താണ് അവരുടെ എക്കണോമിക് പ്രൈസിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അവകാശം, സപ്ലൈ ചെയ്യാനുള്ള പർച്ചേസിങ് ചെയ്തിട്ട് അത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും വിതരണം ചെയ്യാനുള്ള അവകാശവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ക്ലിയർ ആയോ?
ഓരോ വേരിയസ് ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ നമുക്കറിയാം ICUലേക്ക് ആവശ്യമായ സാധനങ്ങളായിരിക്കും ഫാർമസിയിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, നെറ്റ് ഇഷ്യൂ ആയിരുന്നു കേട്ടോ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ടു ഗെറ്റ് കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് എക്കണോമിക്കൽ പ്രൈസ് അല്ലെ? ആ എക്കണോമിക് അവർ ചിലവാക്കിയ തുകയ്ക്ക് ആ സാമ്പത്തിക പ്രൈസിന് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് തേർഡ് പോയിന്റ് പറഞ്ഞുതരാം കേട്ടോ. അതല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ എന്ന്. നമ്മൊരു സാധനം വാങ്ങിക്കുമ്പോ, നമ്മൊരു ഷോപ്പിൽ നിന്ന് നമ്മൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോ നമ്മൾ നോക്കാറില്ലേ, ആ പൈസക്ക് മൂല്യം ഉണ്ടോ നോക്കാറുണ്ടോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോ? ഇല്ലേ? അതേപോലെ എന്ത് ചെയ്യാ, ഇവര് ചിലവാക്കിയ അല്ലെ എക്കണോമിക് പ്രൈസിന്, അവരുടെ ആ എക്കണോമിക്കൽ പ്രൈസിനുള്ള ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരമുണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ അല്ലെ, അവര് പറഞ്ഞ ആ സെയിം ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ എന്ത് ചെയ്യണം, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണ്ടേ, വിതരണം ചെയ്യണ്ടേ? വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതിയോ? പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? പോരാ അല്ലെ, എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ അത് സപ്ലൈ ചെയ്യാനുള്ള അവകാശവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ക്ലിയർ ആയോ? എന്താ തേർഡ് പോയിന്റ് മിസ് പറഞ്ഞുതരാം കേട്ടോ. Responsibility for evaluation of specifications when if incomplete or incorrect has the authority to challenge the specifications. എന്താണ്, നമ്മൊരു മെഷീനറീസ് വാങ്ങുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് പറയാം. ഇപ്പൊ നിങ്ങൊരു മൊബൈൽ വാങ്ങുകയാണ്, ഒരു പുതിയ മൊബൈൽ വാങ്ങും, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ മൊബൈൽ സെലക്ട് ചെയ്യുന്നത്? മോഡൽ, ക്ലാരിറ്റി അല്ലെ, വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ക്യാമറയുടെ ക്ലാരിറ്റി നോക്കാറുണ്ടോ?
ഫങ്ഷൻസ് അല്ലെ, ഒരുപാട് ഫങ്ഷൻസ് ആ കമ്പനി, ഒരുപാട് ഫങ്ഷൻസ് ആ പ്രൈസ്. എന്നിട്ട് ഈ സാധനം അവര് പറഞ്ഞ പ്രൈസിന് അവര് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാണ് അവര് പറഞ്ഞ അത്രയും ഫങ്ഷൻസ് ഇല്ല, എന്താണ് ക്യാമറയ്ക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അവരെ ചോദ്യം ചെയ്യോ? അപ്പൊ എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അവര് വാങ്ങുന്ന എന്താണ് സ്പെസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് അല്ലെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻകറക്റ്റ് തെറ്റായ രീതിയിൽ പറഞ്ഞിട്ട് എന്താണ് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനാണ് ആ സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ ആ വെഞ്ചറിനെ, ആ കച്ചവടക്കാരനെ എന്താണ് ചോദ്യം ചെയ്യാനുള്ള അവകാശം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഗുഡ്സുകള്, പ്രോഡക്റ്റുകള്, സർവീസുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ആരാ? നേരിട്ട് വെഞ്ചറിന്റെ അടുത്ത് നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണോ? HR ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ല അല്ലേ, അല്ല, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? വെഞ്ചറുമായിട്ട് അല്ലെങ്കിൽ സപ്ലയേഴ്സുമായിട്ട് നേരിട്ട് ആർക്കാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു റിലേഷൻ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആരാ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത്? വെണ്ടറിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് അല്ലെ? അവരെ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്? The person that normally runs the purchasing department is called the purchasing manager എന്നുണ്ട് കേട്ടോ. ഒരു ആറുണ്ട്, മിസ്സിംഗ് ആണ് അവിടെ. എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സാധാരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെ, സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നോർമൽ ഡ്യൂട്ടീസ് അല്ലെ, നോർമൽ ഇറൻസ്, സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ നെക്സ്റ്റ്, the purchasing job description in strategic in nature. എന്താണ് പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ? എങ്ങനെയായിരിക്കണം? നാച്ചുറൽ ആയിരിക്കണം അല്ലെ? നമ്മൾ പറഞ്ഞു പർച്ചേസിംഗ് നെഗോസിയേഷൻ ടീമിന്റെ അല്ലെങ്കിൽ നെഗോസിയേഷൻ നടത്തുന്ന ആളുടെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു അല്ലെ? പറഞ്ഞോ? അതേപോലെ എന്താണ് പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്ട്രാറ്റജിക് നേച്ചർ ആയിരിക്കും അല്ലെ, ഒരു തന്ത്രപൂർവമായ ഒരു നേച്ചർ ആയിരിക്കണ്ടേ പർച്ചേസിംഗ് എന്നുള്ളത് ജോബ് അല്ലെ? എന്ത് ചെയ്യണം? നമ്മ പറയുന്ന വിലക്ക് സപ്ലയേഴ്സ് നമുക്ക് സാധനങ്ങൾ തരണം അല്ലെ? വേണോ? പിന്നെന്താണ്? കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കണം അല്ലെ? നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങുന്ന കമ്പനിക്ക്, അതല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റിലേക്ക് നയിക്കണം നമ്മുടെ പർച്ചേസിംഗ് കൊണ്ട്. നയിക്കണോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു എക്യുപ്മെന്റ് വാങ്ങി, അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങി, അതിന് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങി, അപ്പൊ എന്ത് ചെയ്യണം? കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണോ? ഹോസ്പിറ്റലിന് അത് വാങ്ങിയത് കൊണ്ട് അവര് പർച്ചേസിംഗില് വേണ്ടേ? പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കണ്ടേ, ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സാധനങ്ങളായിരിക്കണ്ടേ പർച്ചേസ് ചെയ്യേണ്ടത്? അപ്പൊ എന്താ പർച്ചേസിംഗ് ജോബ് എന്ന് പറയുന്നത്, വാങ്ങൽ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഒരു തന്ത്രപരമായ സ്വഭാവമുള്ളതാണ് അല്ലെ? അവര് പറയുന്ന ക്യാഷിന്, അവര് പറയുന്ന ക്വാണ്ടിറ്റിയില്, അവര് പറയുന്ന ക്വാളിറ്റിയില് സാധനങ്ങളെ ലഭ്യമാക്കണ്ടേ സപ്ലയേഴ്സ്? ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്,
ആൻഡ് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നതെന്ന് താഴെ കൊടുക്കുന്നു. നോക്കിയേ, മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ഓൾ പർച്ചേസ് സ്റ്റിക്ക് ടു ഇറ്റ്. എന്താണ് പർച്ചേസ് ചെയ്യുന്നതിന് ഒരുപാട് പോളിസികൾ ഉണ്ട് അല്ലെ? പോളിസികൾ ഉണ്ടോ പർച്ചേസ് ചെയ്യുന്നതിന്? അപ്പൊ പർച്ചേസിംഗ് പോളിസി, ഓരോ പർച്ചേസിംഗിൽ അല്ലെ ഇവര് പല എന്താണ് ചിലപ്പോ എക്യുപ്മെന്റുകളാവാം പർച്ചേസ് ചെയ്യുന്നത്, ചിലപ്പോ ഗുഡ്സുകളാവാം, ചിലപ്പോ സർവീസുകളാകാം, ചിലപ്പോ ഹോസ്പിറ്റലിന് ആവശ്യമായ മെറ്റീരിയൽസ് ആകാം അല്ലെ. അപ്പൊ ഓരോ പർച്ചേസിംഗിനും ആവശ്യമായ പോളിസികൾ നിലനിർത്തുകയും എന്താണ് എല്ലാ പർച്ചേസിംഗിലും ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പൊ ചിലപ്പോ എന്താ വെൻഡറും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ എന്തുണ്ടായിരിക്കണം? പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണം അല്ലെ? എഗ്രിമെന്റ് വേണ്ടേ? കോൺട്രാക്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണ്ടേ? അപ്പൊ അതിലെന്തൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്യും? അതിലെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും? ഇത്ര ക്വാണ്ടിറ്റി അല്ലെ, ഇത്ര ക്വാളിറ്റി, ഇത്ര ലീഡ് ടൈമിനുള്ളിൽ ലഭ്യമാക്കുന്ന പല വ്യവസ്ഥകളും പറയില്ലേ? അറിയോ? കുറഞ്ഞ വിലയിൽ. അപ്പൊ എന്താണ് അതിനാവശ്യമായ എല്ലാ പർച്ചേസിംഗിലും എന്താണ് പർച്ചേസിംഗ് പോളിസി നിലനിർത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, choosing the suppliers that the company will deal with and keep the legal interaction with them. ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ സപ്ലയേഴ്സിന് തിരഞ്ഞെടുക്കും. ഇവിടെ കമ്പനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ നമുക്ക് ഹോസ്പിറ്റലാണ് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിന് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതും അവരുമായിട്ട് ഒരു ലീഗൽ ഇന്ററാക്ഷൻ അല്ലെ, നിയമപരമായ ഒരു ഇന്ററാക്ഷൻ നിലനിർത്തുകയും ചെയ്യുക എന്നത് പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഇപ്പൊ ഫാർമസിയിലേക്ക് ഒരുപാട് എന്താണ് മരുന്നുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനാവശ്യമായ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണ്ടേ? ആ മരുന്നുകൾ വാങ്ങുന്നതിന് ആവശ്യമായ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെ, സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണോ? അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതും അവരുമായി ഒരു നിയമപരമായ ഇടപെടൽ നടത്തുന്നതുമാരാണ് പർച്ചേസിംഗ് മാനേജറാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹോസ്പിറ്റലില് പർച്ചേസിംഗ് പോളിസി നിലനിർത്തുകയും എല്ലാ പർച്ചേസിംഗിലും ആ പർച്ചേസിംഗ് പോളിസി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. രണ്ടാമത് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവരുമായി ഒരു നിയമപരമായ ഇടപാട് അല്ലെ, ഇന്ററാക്ഷൻ സ്ഥാപിക്കുക എന്നുള്ളതും പർച്ചേസിംഗ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആയോ? ഇത് രണ്ടും ക്ലിയർ ആയോ? നെക്സ്റ്റ്, managing any SLA എന്ന് പറഞ്ഞാൽ സർവീസ് ലീഗൽ അഗ്രിമെന്റ് that may be in place and managing any master agreements between the suppliers and the company. ഒരു സപ്ലയേഴ്സും കമ്പനി, ഇവിടെ കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലും സപ്ലയേഴ്സും തമ്മിലുള്ള സർവീസ് ലെവൽ അഗ്രിമെന്റ്സും മാസ്റ്റർ അഗ്രിമെന്റ്സും മാനേജ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. സർവീസ് ലെവൽ അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടി ഒക്കെ തരില്ലേ? സർവീസ് ലെവൽ റിപ്പയറിങ് അല്ലെ, സർവീസ് ലെവൽ വാറണ്ടി തരും, ഗ്യാരണ്ടി തരും, പിന്നെന്താണ് റിപ്പയറിങ് അല്ലെ, ഇത്ര നാളത്തേക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യില്ലേ സപ്ലയേഴ്സ്? അതാണ് എന്താ സർവീസ് ലെവൽ അഗ്രിമെന്റ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്. മാസ്റ്റർ അഗ്രിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മ ഒരു സാധനം ഒരു സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മ നിലനിർത്തുന്ന അഗ്രിമെന്റിലെ ക്യാഷിന്റെ കാര്യത്തിലാകാം അല്ലെ, ക്വാണ്ടിറ്റിയിലൊക്കെ വരുത്തുന്നതില്ലേ?
അല്ലേ? എഗ്രിമെന്റ് മെയിൻ എഗ്രിമെന്റ് വെക്കല്ലേ? ഹോസ്പിറ്റൽ നമ്മൊരു സാധനം വാങ്ങിക്കുമ്പോ എന്താണ് ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ വെഞ്ചറിന്റെ അടുത്ത് കച്ചവടക്കാരന്റെ അടുത്ത് മെയിൻ ആയി നടത്തുന്ന എഗ്രിമെന്റ് അല്ലേ? ക്വാളിറ്റിയുടെ കാര്യത്തിലാവാം, ക്യാഷിന്റെ കാര്യത്തിലാവാം, ഇല്ലേ? എന്തോ എന്താ വെച്ച് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണോ? ആണ്. ഓക്കെ. സർവീസ് ലെവലിൽ എന്താണ് നമുക്ക് തരുന്ന വാറണ്ടി, ഗ്യാരണ്ടി, റിപ്രയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സർവീസ് ലെവൽ. മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ എഗ്രിമെന്റ്. ഇപ്പൊ നമ്മൾ വാങ്ങുന്ന സമയത്ത് നടത്തുന്ന ആ എഗ്രിമെന്റ്, കരാറ്, അതിൽ എത്രയാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഇത്ര ക്വാളിറ്റിയിൽ, ഇത്ര പ്രൈസിന് എന്നൊക്കെ ഉണ്ടാവില്ല, ഇത്ര ലീഡ് ടൈമില് ലഭ്യമാക്കാം. അതിനെയാണ് മാസ്റ്റർ എഗ്രിമെന്റ്. അങ്ങനെയുള്ള മാസ്റ്റർ എഗ്രിമെന്റും സർവീസ് ലെവൽ എഗ്രിമെന്റും മാനേജ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്, സപ്ലയേഴ്സുമായി കൈകാര്യം ചെയ്യുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് നോക്കി, സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. എന്താണ്? ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ, റിക്രൂട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതും അവരെ മാനേജ് ചെയ്യുക അല്ലെ, അവരെ കൺട്രോൾ ചെയ്യുന്നതും അവർക്ക് വേണ്ട ജോബ് ഡ്യൂട്ടീസ് നൽകുന്നതൊക്കെ പർച്ചേസിംഗ് മാനേജർ ആണ്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക. പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ട്രെയിനിങ് നടത്തണം അല്ലെ, ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിനുവേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക. കൂടാതെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യണം അല്ലെ, കൺട്രോൾ ചെയ്യണം. അവർ ഏതൊക്കെ ജോബുകളാണ് ചെയ്യേണ്ടത് അല്ലെ, ഓരോരുത്തരും എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ്, collaboration with other departments, especially the accounting, manufacturer and stock department. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക അല്ലെ, സഹകരിക്കുക. എസ്പെഷ്യലി ആരൊക്കെയായിട്ട്? അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. എന്താണ് ഇവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ് അല്ലെ, ക്യാഷ് വേണ്ടേ? കണക്കുകൾ പിന്നെന്താണ് ഇൻവോയ്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സിലേക്ക് കൊടുക്കണം അല്ലെ, വേണോ? ഇവരുടെ അക്കൗണ്ടില് റെക്കോർഡ് ചെയ്യണ്ടേ ഓരോ കാര്യങ്ങളും? അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സെക്ഷനുമായിട്ട്, മാനുഫാക്ചറിങ് വിഭാഗവുമായിട്ട്, പിന്നെ എന്താണ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ എന്താണ് നല്ല ഒരു കോപ്പറേഷൻ, സഹകരണം ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി എന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. അതർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കോപ്പറേഷൻ വേണ്ടേ ഹോസ്പിറ്റലിന്? വേണല്ലേ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരിക എന്ന് അറിയാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ട് വരാം, ICUയിൽ ആവശ്യമായിട്ട് വരാം, വെന്റിലേറ്റർ സെക്ഷനിൽ ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഒരു സഹകരണം ഉണ്ടാകും. കൂടാതെ എസ്പെഷ്യലി ആയിട്ട് അല്ലെ ആരുമായിട്ടും, അക്കൗണ്ടിംഗ് ആയിട്ടും, മാനുഫാക്ചറിംഗ് സെക്ഷനുമായിട്ടും, സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടും സഹകരണം ഉണ്ടാകുക. നെക്സ്റ്റ്, ബഡ്ജറ്റിംഗ്, costing and cost saving after analyzing the management information available. എന്താണ്? ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻസിലെ വിലയിരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? ബഡ്ജറ്റ് അനുവദിക്കുകയും കോസ്റ്റിംഗ് എന്താണ് ഇപ്പൊ ചിലപ്പോ എന്താണ് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വരാമല്ലോ അറ്റ് എ ടൈം. ഇപ്പൊ ചിലപ്പോ ഡയട്രിയിലേക്ക്, ഡയാലിസിസിലേക്ക്, ഫാർമസിയിലേക്ക്, 3-4 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുമിച്ച് സാധനങ്ങൾ ആവശ്യമായിട്ട് വരാലോ, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ഇൻഫോർമേഷൻസ് അവൈലബിൾ അല്ലെ. ഇപ്പൊ മാനേജ്മെന്റിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ്, വിവരങ്ങള് എന്താണ് വിലയിരുത്തിയതിനു ശേഷം അല്ലെ, അവര് അനലൈസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അനുവദിക്കുക അല്ലെ. വേണ്ടേ? ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക്
ഇപ്പൊ ഫാർമസിയിൽ ഇത്ര പെർസെന്റേജ് ബഡ്ജറ്റ് വേണം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് ഡയറ്ററി സർവീസിൽ ഇത്ര രൂപ വേണം അല്ലെ, അങ്ങനെയുള്ള ബഡ്ജറ്റ് അവര് അനുവദിക്കുകയും കോസ്റ്റ് അല്ലെ, ഇപ്പൊ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഓരോ മെഷീനറീസിനും ഇത്ര ചെലവ് വരുന്നവർക്ക് മുൻകൂട്ടി തന്നെ അന്വേഷിക്കാൻ പറ്റുമല്ലോ. ചിലവ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇത്ര ചിലവ് വരും അല്ലെ, ഇന്ന മെഷീനറീസ് വാങ്ങാനായിട്ട് ഇത്ര ചിലവ് വരുന്നവർക്ക് മുൻകൂട്ടി തീരുമാനിച്ചൂടെ. അവർ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് റിക്വസിഷൻ വെക്കുമ്പോ തന്നെ അല്ലെ, ഡയാലിസിസ് മെഷീനിന് ഇത്ര രൂപ വരും അല്ലെ, ഇത്ര കോസ്റ്റ് ആവും അല്ലെ, അവർക്ക് വിലയിരുത്താലോ ചെലവ് എത്ര വരുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിനും. എന്താ മാനേജിങ് ഇൻഫോർമേഷൻസ് വിലയിരുത്തിയത് അനാലിസിങ് ചെയ്തതിനു ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായ ബഡ്ജറ്റ് അനുവദിക്കുക, എത്ര ചിലവ് വരും അല്ലെ, കോസ്റ്റ് വരുമെന്ന് തീരുമാനിക്കുകയും കോസ്റ്റ് സേവിങ് എന്താണ് ചിലവ് കുറയ്ക്കാനുള്ള സേവ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ക്ലിയറായോ? ഇപ്പൊ ചില സാധനങ്ങൾ ഇപ്പൊ ബാൻഡേജ് പിന്നെ പ്ലാസ്റ്റർ കാസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ മെഡിസിനുകൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുമോ, പൈസ ലാഭിക്കാൻ പറ്റുമോ? എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കുറയ്ക്കാം അല്ലെ, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാം ഇല്ലേ? ആണോ? അപ്പൊ എന്താ അതിന് വേണ്ട അല്ലെ, കോസ്റ്റ് സേവ് ചെയ്യാനും മാനേജ്മെന്റ് ഇൻഫർമേഷൻസ് മാനേജ്മെന്റിൽ നിന്ന് വിവരങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അനുവദിക്കുകയും അവർക്ക് വരുന്ന ചിലവ് കണക്കാക്കുകയും കോസ്റ്റ് സേവ് ചെയ്യാനുള്ള അല്ലെ ചിലവ് ചുരുക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. ഇപ്പൊ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളില്ലേ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റി. ഇപ്പൊ നമ്മ വാങ്ങിക്കുന്ന സാധനങ്ങൾ സേഫ്റ്റി ഉള്ളതാണോ അല്ലെ, സുരക്ഷയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടേ, ഹെൽത്ത് ആണോ അല്ലെ, ഹാനികരമായി ഇപ്പൊ എന്താണ് എയർ പൊല്യൂഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസിന് എന്തെങ്കിലും കാരണമാണോ അല്ലെ, അത് വിലയിരുത്തണം. പിന്നെ എന്താണ് ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരത്തില് അതർ ലീഗൽ നീഡ്സ് മറ്റ് നിയമപരമായ ആവശ്യങ്ങളൊക്കെ എന്താണ് അസസ് ചെയ്യുക. നെക്സ്റ്റ് ഓവർസീയിങ് എനി ലാർജ് പ്രൊക്യൂർമെന്റ് മേ ഹാപ്പൻ. ഇപ്പൊ ഒരുപാട് എന്താണ് ലാർജ് പ്രൊക്യൂർമെന്റ് നടത്താം, നല്ല മൂലധന നിക്ഷേപം കൊടുത്തിട്ട് അവർ വലിയ പർച്ചേസ് ചെയ്യല്ലേ, വലിയ സംഭരണം നടത്തുക, ഒരുപാട് കോസ്റ്റ് ചെലവാക്കിയിട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റിയില് അല്ലെങ്കിൽ വലിയൊരു മെഷീനറി ഹോസ്പിറ്റലിലേക്ക് വാങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് കോസ്റ്റ് ചെലവാക്കി ോ ക്ലിയറായോ? ഒരുപാട് കോസ്റ്റ് ചിലവ് ഒരുപാട് പൈസ മുതൽ മുടക്കിയിട്ട് ഹോസ്പിറ്റലിൽ പർച്ചേസിങ് നടത്തില്ലേ. അപ്പൊ എന്താണ് ആ പ്രവർത്തനങ്ങളെ ഓവർസീ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക. ക്ലിയറായത്? ഹോസ്പിറ്റലില് വലിയൊരു മെഷീനറീസ് വാങ്ങാണ്, വലിയൊരു മെഷീനറീസ്. അപ്പൊ അവർക്ക് 1-2 ലക്ഷം രൂപയാണോ ആവുന്നത്, ചിലപ്പോ ഹോസ്പിറ്റലിൽ 50 ലക്ഷം രൂപ അല്ലെ. അപ്പൊ എന്താണ് വലിയ മുതൽ മുടക്ക് നടത്തി ഹോസ്പിറ്റലിലേക്ക് പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന് വേണ്ട ആ പർച്ചേസിങ്ങിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ക്ലിയറായോ? Next, license, communication or cooperation which makes easy for a close working relation between people. എന്താണ് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ സ്ഥാപിക്കുക അല്ലെ, സപ്ലയേഴ്സും ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കോപ്പറേഷൻ സഹകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിലെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവർക്ക് ഈസി ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ ചെയ്യാനായി സാധിക്കുന്നു. Which makes easy for a close working relation. ക്ലിയർ ആയോ?
സപ്ലയേഴ്സുമായിട്ട് അതല്ലെങ്കിൽ വെൻഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുമായിട്ട് ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പർച്ചേസിംഗ് മാനേജർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കില്ലേ? ഈസി ആയിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ എന്താണ് വളഞ്ഞു പറഞ്ഞേക്കാണ് അല്ലെ? എന്താണ് പർച്ചേസിംഗ് പോളിസി? ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് പോളിസി നിലനിർത്തുകയും ഓരോ പർച്ചേസിംഗിലും ഈ പർച്ചേസിംഗ് പോളിസി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലയേഴ്സിനെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുകയും എന്താണ് അവരുമായി ഒരു ലീഗൽ ഇന്ററാക്ഷൻ അല്ലെ നിയമപരമായ ഒരു ഇടപെടൽ നിലനിർത്തുകയും ചെയ്യുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പർച്ചേസിംഗ് മാനേജർ ആണ്. ഈ പർച്ചേസിംഗ് ഇപ്പൊ ഒരു സപ്ലയേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ചെയ്യണോ? അപ്ഡേറ്റ് ചെയ്യണോ? സപ്ലൈസിനെ വിളിച്ച് ചോദിക്കണോ? ഇത്ര ഇന്ന് കിട്ടും അല്ലെ? ആ സാധനം ഓർഡർ ചെയ്ത സാധനം ഇന്ന് കിട്ടും അല്ലെ? കറക്റ്റ് ആണോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തണ്ടേ? അപ്പൊ എന്ത് ചെയ്യാ? ഈ സപ്ലയേഴ്സുമായിട്ട് നിയമപരമായിട്ട് ക്യാഷിന്റെ കാര്യത്തിൽ ഒരു ഇടപാട് ഒരു ഇത് വേണ്ടേ? സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കണ്ടേ? വേണോ? സപ്ലയേഴ്സിന് ക്യാഷ് കൊടുക്കണ്ടേ പർച്ചേസ് ചെയ്തത്? പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണോ? അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണോ പർച്ചേസിംഗ് ഓർഡർ എടുക്കണമെങ്കിൽ? അപ്പൊ ആ പർച്ചേസ് അപ്പൊ എന്താണ് ഈ സപ്ലയേഴ്സുമായിട്ട് ഒരു നിയമപരമായ ഇടപെടൽ നടത്തുന്നത്, അത് നിലനിർത്തുന്നത് പർച്ചേസിംഗ് മാനേജറാണ്. നെക്സ്റ്റ് എന്താണ്? സപ്ലയേഴ്സുമായിട്ട് മാസ്റ്റർ എഗ്രിമെന്റും സർവീസ് ലെവൽ എഗ്രിമെന്റും മാനേജ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. പിന്നെ എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നതും എന്താണ്? അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും അവരുടെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നത് അല്ലെ കൈകാര്യം ചെയ്യുന്നതും പർച്ചേസിംഗ് മാനേജർ ആണ്. പിന്നെ എന്താണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു സഹകരണം നിലനിർത്തുകയും കൂടാതെ എസ്പെഷ്യലി പ്രത്യേകമായിട്ട് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും മാനുഫാക്ചറർ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഒരു റിലേഷൻ നിലനിർത്തുകയും ചെയ്യുക. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട അല്ലെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻസ് പരിശോധിക്കുകയും വിലയിരുത്തി അനലൈസ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് അനുവദിക്കുകയും കോസ്റ്റില് അവർക്ക് എത്ര ചിലവ് വരുമെന്ന് വിശകലനം ചെയ്യുകയും കൂടാതെ എന്താണ്? കോസ്റ്റില് ചെലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. അടുത്തത് എന്താണ്? ഓരോ പർച്ചേസിംഗിന്റെ സമയത്തും എന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അല്ലെ ആരോഗ്യവും സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, ഗുണനിലവാരത്തിലെ മറ്റ് നിയമപരമായ ആവശ്യങ്ങള് വിലയിരുത്തുന്നതും അത് ചെക്ക് ചെയ്യുന്നത് അല്ലെ പരിശോധിക്കുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് എന്താണ്? വലിയ മുതൽ മുടക്ക് നടത്തിലെ ഒരുപാട് കോസ്റ്റ് ചെലവാക്കി നടത്തുന്ന പർച്ചേസിംഗുകളുടെ മേൽനോട്ടം വഹിക്കുന്നത് പർച്ചേസിംഗ് മാനേജർ ആണ്. രണ്ടാമത് എന്താണ്? ഹോസ്പിറ്റലിലുള്ള സപ്ലയേഴ്സുമായിട്ട് അല്ലെങ്കിൽ വെൻഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുമായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ ഈസി ആക്കുന്നതിന് വേണ്ട ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? പോയിന്റ്സ് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പറഞ്ഞേക്കാണ് അല്ലെ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം കേട്ടോ, ബാക്കി എടുക്കാം. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.